നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സാധാരണക്കാരുടെ സമ്പാദ്യത്തിന്മേൽ വൻ കൊള്ള. അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് പലപ്പോഴും സാധാരണക്കാർ അറിയുന്നില്ല. യാതൊരുവിധ ലോണുകളോ കുടിശ്ശികകളോ ഇല്ലാത്ത ഇടപാടുകാർക്ക് പോലും പതിനായിരക്കണക്കിന് രൂപയാണ് നഷ്ടമാകുന്നത്. ഈ കൊള്ളയ്ക്ക് എതിരെ അധികാരികൾ ഉടൻ ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. വാർത്താവിവരങ്ങൾ വിശദമായി. ദൃശ്യങ്ങൾ. പാസ്ബുക്ക് പരിശോധിച്ചു പകച്ചു നിൽക്കുന്ന ഇടപാടുകാർ, ബാങ്കിന് മുന്നിലെ തിരക്ക്. വാർത്താ അവതരണം. SBIയുടെ വിവിധ ശാഖകളിൽ അക്കൗണ്ടുള്ള സാധാരണക്കാർ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് പലപ്പോഴും സാധാരണക്കാർ അറിയുന്നില്ല എന്നതാണ് വസ്തുത. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇപ്പോൾ പ്രായോഗികമായി ലഭ്യമല്ലെന്ന് ഇടപാടുകാർ പരാതിപ്പെടുന്നു. നിലവിലുള്ള അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന കാരണത്താൽ ഓരോ മാസവും പിഴ ഈടാക്കുകയാണ്. കൊള്ളപ്പലിശയ്ക്ക് സമാനമായ രീതിയിലാണ് ബാങ്ക് സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്നത്. ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ജീവിതസമ്പാദ്യമായി അക്കൗണ്ടിൽ കരുതിയിരുന്ന 50,000, 60,000 രൂപയിൽ നിന്ന് പോലും വിവിധ ചാർജുകളുടെ പേരിൽ വലിയ തുകയാണ് ബാങ്ക് പിടിച്ചെടുക്കുന്നത്. യാതൊരു ലോൺ കുടിശ്ശികയുമില്ലാത്തവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് സേവന നിരക്കുകളായി 3,000 രൂപ മുതൽ 4,000 രൂപ വരെ ഒന്നിച്ചു കുറക്കുമ്പോഴും പലപ്പോഴും സാധാരണക്കാർ ഇതൊന്നും അറിയുന്നില്ല. ഇതിനു പുറമെ താഴെ പറയുന്ന ചാർജുകളും ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു. യന്ത്രം വഴിയുള്ള പണം പിൻവലിക്കൽ. നിശ്ചിത തവണയിൽ കൂടുതൽ പണം പിൻവലിച്ചാൽ ഓരോ ഇടപാടിനും വലിയ തുകയാണ് ബാങ്ക് കുറയ്ക്കുന്നത്. സന്ദേശ നിരക്ക്. ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്ന സന്ദേശങ്ങൾക്കായി ഓരോ 3 മാസം കൂടുമ്പോഴും തുക ഈടാക്കുന്നു. കാർഡ് പരിപാലന ചെലവ്. പണം പിൻവലിക്കാൻ നൽകുന്ന കാർഡുകളുടെ വാർഷിക ചെലവായി ഭീമമായ തുക പലരിൽ നിന്നും ഈടാക്കുന്നു. അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണം ബാങ്ക് ഇത്തരത്തിൽ പിടിച്ചെടുക്കുമ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ സ്വർണവുമായി മുത്തൂറ്റ് പോലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ ശരണം പ്രാപിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ. ഇക്കാര്യത്തിൽ എത്രയും വേഗം അധികാരികൾ ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഈ നടപടികളെ ന്യായീകരിക്കുകയാണ് ബാങ്ക് അധികൃതർ ചെയ്യുന്നത്. അക്കൗണ്ടുകളിൽ നിന്ന് പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമല്ലെന്നും കേന്ദ്ര ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നിരക്കുകൾ മാത്രമാണിതെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം. യാതൊരു കുടിശ്ശികയുമില്ലാത്ത പാവപ്പെട്ടവന്റെ സമ്പാദ്യത്തിന്മേലുള്ള ഈ കടന്നുകയറ്റം ജനജീവിതം ദുസ്സഹമാക്കുകയാണ്.